ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക് പാഡ് മാറി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബ്ലീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബൈക്സിലൊക്കെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. കാരണം ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ബൈക്കിൻ്റെ ഹാൻഡിൽ പുറത്താണ് വരുന്നത്. പക്ഷേ സ്കൂട്ടറുകളിൽ അത് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ കവർ എടുത്താലേ നമുക്ക് അതിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യമഹ ആൽഫയുടെ കേസാണെങ്കിൽ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇളക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ബാറ്ററി കവർ ഇത് റിമൂവ് ചെയ്താലേ ഹെഡ്ലൈറ്റ് സ്റ്റേ ഇളകി വരത്തുള്ളൂ. അപ്പോൾ അത് ഇളക്കാൻ പോവുകയാണ്. ഇവിടെ 2 8-ൻ്റെ നട്ടും അകത്ത് 2 8-ൻ്റെ നട്ടും പിന്നെ ഈ ഹെഡ്ലൈറ്റ് സ്റ്റേ ഇളക്കുന്നതിന് ഫുൾ സ്റ്റാറിൻ്റെ നട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇളകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് സ്റ്റേ ഉരുങ്ങി വരും. അപ്പോൾ അത് നിങ്ങൾ ടൈം ലൈസ് മോഡിൽ എൻജോയ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ 2 മൈനസിൻ്റെ 2 നട്ട് വരും ഇവിടെ മുകളിൽ. അപ്പോൾ അത് രണ്ടും ഓപ്പൺ ചെയ്യണം. എന്നിട്ടിത് പതുക്കെ ഇവിടുന്ന് വേണം ഇത് പ്രസ് ചെയ്ത് മുകളിലോട്ട് എടുക്കാൻ. കാരണം ഇവിടെ 2 ലോക്ക് വരും. സിമ്പിൾ ആൻഡ് ഈസി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കവർ ഇളക്കാം. അതിന് വേണ്ടി സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് സ്റ്റാറിൻ്റെ ഈ നട്ടുകളെല്ലാം ലൂസൺ ചെയ്തെടുക്കുക. ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. കാരണം ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് വെരി ടയറിങ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമൻസും പിന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ കമൻറ്റ് ദാറ്റ് ഡൗൺ ബിലോ. എന്നിട്ട് ഈ അടിയിലൊരു അതേപോലെ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതും അൺസ്ക്രൂ ചെയ്തെടുക്കുക. ഫൈബർ ആയതുകൊണ്ട് നട്ടൊന്നും ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ലൈറ്റ് ഹാൻഡ് കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ ഈ നട്ടിൻ്റെ മൗണ്ടിങ് പോയിൻറ്റ്സ് പൊട്ടിപ്പോകും. പിന്നെ ഈ പാനലൊന്നും കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തില്ല. സോ അങ്ങനെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെയാണ് ഇത്രയും നട്ട്. ഇത് റിമൂവ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഈ 2 സൈഡിലും പിടിച്ചിട്ട് ഇവിടെ 2 ലോക്കുണ്ട്. അത് ഈസിയായിട്ട് പുറത്ത് വരും. പുറത്ത് വന്നിട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷനും ഡിമ്മിൻ്റെ കണക്ഷനും പതുക്കെ മാറ്റുക. അത് കഴിയുമ്പം ഹെഡ്ലൈറ്റ് യൂണിറ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ ഇതിന് 2 സ്റ്റാറിൻ്റെ നട്ട് വരും. ഇത് ജാപ്പനീസ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് നട്ടാണ്. അപ്പം ഇത് തുറക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ മാച്ച് ചെയ്ത് വേണം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇമ്പാക്ട് ഡ്രൈവർ യൂസ് ചെയ്ത് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. കാരണം കുറച്ച് ടൈറ്റിലാണ് ഇത് ടൈറ്റൻ ചെയ്തേക്കുന്നത്. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഗൈസ്. സോ അപ്പോൾ ഇത് JIS ജാപ്പനീസ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് യൂസ് ചെയ്ത് ഈ ബോൾട്ട് താഴോട്ട് പ്രസ് ചെയ്ത് വേണം ഓപ്പൺ ചെയ്യാം. കാരണം ഇത് നല്ല ടോർക്കിലെ ഒരു സ്ക്രൂ ഇളവി, അടുത്ത ഇളവി. ഈ കേസിൽ ഇത് കുറച്ച് ലൂസായിരുന്നു, അധികം ടൈറ്റല്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇളവി വന്നു. പക്ഷേ മിക്കവാറും ഇത് ജാമായിട്ടിരിക്കും. കാരണം ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് വരുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ റസ്റ്റ് ചെയ്യും ഈ സ്ക്രൂവിൻ്റെ ത്രെഡ്സ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം റസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ റിസർവോയറിൻ്റെ ക്യാപ്പ് നമ്മൾ ഊരിയെടുത്ത് ഇനി ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് സീലുണ്ട്, അതും കൂടെ ഊരിയെടുക്കണം. ഇത് ആ സ്ക്രൂവും സീലും എല്ലാം ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ സേഫ്ലി പ്ലേസ് ചെയ്യണം. സോ ഗൈസ്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഈ ബ്രേക്ക് ഫ്ലൂയിഡ്
ഇതിൽ കിടക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് എന്തുമാത്രം കട്ടിയായി പോയെന്ന്. അതിൻ്റെ തിക്നെസ് ഉണ്ടായിരുന്ന നമുക്കിപ്പം കാണാൻ പോലും പറ്റുന്നില്ല. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഒരു പീരിയോഡിക് ടൈമിൽ, അതായത് ഒരു 10,000 അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് ഇതും കൂടെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ കണ്ടീഷൻ നോക്കി ഈ ഫ്ലൂയിഡ് മാറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രേക്കിംഗ് ഫീലിന് വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച റീപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ്. ഇത് .4 ആണ്. ഇത് യമഹ ലൂബിൻ്റെ ഒറിജിനൽ OEM പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എന്തുമാത്രം ക്ലിയർ ആണെന്ന് പുതിയ ഫ്ലൂയിഡ്. ആൻഡ് ഇത് മാറുമ്പോൾ പ്രിക്കോഷൻസ് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ഇനി നമുക്കിത് ബ്ലീഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതിന് ഞാനൊരു ഈസി വേ പറഞ്ഞുതരാം ഗൈസ്. അതുപോലെ തന്നെ സമയത്തിന് ചേഞ്ച് ചെയ്യാത്തത് വരുമ്പോഴാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളർ മാറിയത് ഡാർക്ക് ആവുന്നത്. ഡാർക്ക് മീൻസ് ചേഞ്ച് ചെയ്യാൻ സമയമായി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള നമുക്കിത് ബ്ലീഡ് ചെയ്യാനുള്ളത് ഈ ഫ്ലൂയിഡ് ലൈനിൻ്റെ ഈ സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ബ്ലീഡ് ചെയ്യാനുള്ളത്. കാരണം ഈ ഫ്ലൂയിഡാണ് കംപ്രസ് ചെയ്ത് പിസ്റ്റനെ നീക്കി ബ്രേക്ക് പാഡിനെ കംപ്രസ് ചെയ്ത് ഡിസ്കിലോട്ടാക്കുന്നത്. അപ്പം ഈ ഫ്ലൂയിഡ് നമുക്ക് എയർ മുകളിൽ നിന്നും താഴെ നിന്നും എയർ ഫ്ലൂയിഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് കയറാത്ത വണ്ണം ബ്ലീഡ് ചെയ്യണം. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ബ്ലീഡർ നട്ട്. ഇത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ബ്ലീഡർ നട്ട്. അപ്പം ഇതിലൊരു ഹോസ് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും ഹോസ്. അത് മേടിച്ച്, അത് ഭയങ്കര ചീപ്പാണ്. അത് മേടിച്ച് അതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഈ റിംഗ് സ്പാനർ 8-ൻ്റെ റിംഗ് സ്പാനർ ആ നട്ടിലിടുക. അതെന്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീഡർ വാൽവ് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പാനർ ഇടുന്നത്. എന്നിട്ട് നമ്മുടെ ഈ വാട്ടർ പമ്പ് ഉണ്ടല്ലോ, സ്പ്രേ പമ്പ്, അതിൻ്റെ പമ്പ് മാത്രം എടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യുക. മനസ്സിലായോ? ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ബ്ലീഡർ ലൈന് പമ്പ് ചെയ്ത് കളയാൻ പറ്റും പഴയ ഫ്ലൂയിഡ് ഇതുവഴി. പക്ഷേ അറ്റ് ദ സെയിം ടൈം മുകളിലത്തെ ഫ്ലൂയിഡ് റിസർവോയറിൽ ഫ്ലൂയിഡും ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഫ്ലൂയിഡ് empty ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ അകത്തുകൂടി വീണ്ടും എയർ കയറും. അതുകൊണ്ട് മേക്ക് ഷുവർ മുകളിലത്തെ ഫ്ലൂയിഡ് റിസർവോയറിൽ പഴയ ഫ്ലൂയിഡ് താഴോട്ട് പമ്പ് ചെയ്ത് നമ്മൾ ഇതുവഴി കളയും തോറും മുകളിൽ ഫ്ലൂയിഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പഴയ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എയർ ബബിൾസ് വരുന്നെങ്കിൽ അത് പോവും. പഴയ ഫ്ലൂയിഡ് നല്ല ഡാർക്കായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ഫ്ലൂയിഡ് വഴാൻ തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് സിസ്റ്റം. ഈ പമ്പ് വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. ഇപ്പം ഞാൻ എടുത്തായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഫ്ലൂയിഡ് വരുന്നത് പ്ലസ് എയറുമായിട്ട്. ഫ്ലൂയിഡിൻ്റെ കളർ കണ്ടോ, ബ്ലാക്ക് കളർ. ഇത് കുറച്ച് നേരം പമ്പ് ചെയ്ത് കളയുമ്പം പഴയ ഫ്ലൂയിഡ് കയറിങ്ങി വരും. ഇതാ കണ്ട പഴയ ഫ്ലൂയിഡ് കയറി വരുന്നത് പ്ലസ് എയറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇത് എയർ ബബിൾസാണ്. ഈ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ നിന്ന് അകത്ത് ട്രാപ്പായിരിക്കുന്ന എയർ ബബിൾസാണ് ഈ വരുന്നത്. ആ എയർ ബബിൾസ് ഈ ഫ്ലൂയിഡിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമ്മളെ ബ്രേക്കിംഗ് ഫീൽ സ്പഞ്ചി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ലിവർ നമുക്ക് ഉള്ളിലോട്ട് വലിക്കേണ്ടി വരും. ആ സ്റ്റിഫ്നെസ് കിട്ടത്തില്ല. സോ ഇത് മാറിക്കഴിയുമ്പം സ്റ്റിഫ്നെസ് തിരിച്ചു വരും. കറക്റ്റായിട്ട് എയറും ബ്ലീഡ് ചെയ്ത് കളയുമ്പോൾ ബ്രേക്ക് നല്ല ഫീലായിരിക്കും. ഈ ബൈക്കിൻ്റെ പാർട്സിലൊന്നും ഇത് വീഴാതെ നോക്കണം. കാരണം വീണ് കഴിഞ്ഞാൽ അത് തുരുമ്പെടുക്കും. ഈ ഫ്ലൂയിഡ് അങ്ങനത്തെ ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് $200 സംതിങ് ആണ് ഇതിൻ്റെ വില. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. കണ്ട യമഹയുടെ ഒറിജിനൽ ലൂബാണ്. അപ്പം ഈ ഫ്ലൂയിഡ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. പഴയ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ നിന്ന് ഡ്രെയിൻ ആവുന്ന അനുസരിച്ച് മുകളിൽ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് ഫ്ലൂയിഡ്. കണ്ട ആ ഫ്ലൂയിഡിൻ്റെ കളർ വ്യത്യാസം കണ്ട. ഇത് ഡാർക്ക് ഫ്ലൂയിഡ്, പഴയ ഫ്ലൂയിഡ്. ഓക്കെ, സോ നമുക്ക് ഇനി ഇത് പതുക്കെ ഒഴിക്കാം. ഇതിപ്പം കണ്ടായിരുന്നോ, നമ്മൾ താഴെ പമ്പ് ചെയ്ത് കളഞ്ഞപ്പം മുകളിലത്തും ഫ്ലൂയിഡ് ഡ്രെയിനായി തുടങ്ങി.
അപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ പുതിയ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കണം. മതി. എന്നിട്ട് മേക്ക് ഷുവർ ഇവിടെ ഒരു തുണി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഈ ഫ്ലൂയിഡ് ഇതിൽ വീണ് കഴിഞ്ഞാൽ പെയിൻറ്റും പ്ലാസ്റ്റിക്കിലെ പെയിൻറ്റും പിന്നെ മെറ്റലാണെങ്കിൽ തുരുമ്പെടുക്കാനും ചാൻസ് ഉണ്ട് ഈ ഫ്ലൂയിഡ് കാരണം. സോ ഒരു തുണി വിരിക്കുന്ന നല്ലതായിരിക്കും. നമ്മൾ പമ്പ് ചെയ്ത് താഴോട്ട് ഇറക്കുമ്പം ഇവിടെ ഫ്ലൂയിഡ് ലെവൽ കുറയും. അപ്പോൾ വീണ്ടും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ശ്രദ്ധ വേണം. ഈ ഫ്ലൂയിഡ് ലെവൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വീണ്ടും കയറും. അതുകൊണ്ട് ഫ്ലൂയിഡ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടുന്ന് പമ്പ് ചെയ്ത് കളയുക. ആ ഡാർക്ക് ഫ്ലൂയിഡ് അവിടുന്ന് തീരുമ്പം സ്റ്റോപ്പ് ചെയ്യുക. ആ നട്ട് ക്ലോസ് ചെയ്യുക. ഇതാണ് ഡ്രിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ഫ്ലൂയിഡ് ലെവൽ ഡാർക്ക് മാറി ലൈറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പമ്പ് മാറ്റി. ഇനി നമുക്ക് ചെറുതായിട്ട് ഈ സ്ക്രൂ അൺലോക്ക് ചെയ്തിട്ട് മുകളിലെ ലിവർ 4 പ്രാവശ്യം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ലോക്ക് ചെയ്യണം. വീണ്ടും ഓപ്പൺ ചെയ്യണം. വീണ്ടും ക്ലോസ് ചെയ്യണം. കണ്ടോ, ഇപ്പം ഫ്യൂൽ ലൈൻ ക്ലിയറായി. അപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ബ്ലീഡിംഗ് ആണ്. ഇപ്പോൾ ആ പഴയ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ഇറങ്ങിപ്പോയി. ഇവിടെ 4 പ്രാവശ്യം 1 2 3 4 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഈ നട്ട് ലൂസായി കൊടുക്കുക. അപ്പോൾ ആ പ്രഷർ മുകളിൽ നിന്ന് പമ്പ് ചെയ്ത് താഴെ പോകും. പിന്നെ വീണ്ടും ഇത് അടയ്ക്കുക. മുകളിൽ 4 പ്രാവശ്യം പമ്പ് ചെയ്യുക. 2 3 4 ഓക്കെ. പ്രഷർ ക്രിയേറ്റായി. സോ ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുന്നതും പുതിയ ഫ്ലൂയിഡ് ഒഴിക്കുന്നതും. എന്നിട്ട് ഇതിപ്പം ഫൈനലായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഞാനത് കളക്ട് ചെയ്തു പഴയ ഫ്ലൂയിഡ്. സോ ഗൈസ് അങ്ങനെ നമ്മളെ ബ്ലീഡിങ് കംപ്ലീറ്റായി. ഇനി പതുക്കെ ഈ ട്യൂബ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് ഈ പഴയ ഫ്ലൂയിഡ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ നട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട്, കാരണം ഇത് ബ്ലീഡർ നട്ടാണ്, ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അതിലൊരു ക്യാപ്പ് വരും. ആ ക്യാപ്പ് ഇട്ട് അതങ്ങ് ക്ലോസ് ചെയ്ത് വയ്ക്കുക. കാരണം പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ ബ്ലീഡർ വാൽവ് അടഞ്ഞു പോകും. ബ്ലീഡർ വാൽവ് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ റബ്ബർ സീലിംഗ് ക്യാപ്പുണ്ട്, അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇനി ഈ സൈഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം മുകളിലെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കറക്റ്റ് ഫ്ലൂയിഡ് ലെവലാണ്. കറക്റ്റ് ഈ വിൻഡോയിൽ നമ്മൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഈ വിൻഡോ മുട്ടി നിൽക്കുവാണ്. ഇതാ കറക്റ്റ് ഫ്ലൂയിഡ് ലെവൽ. ഈ വിൻഡോയുടെ താഴെയാണെങ്കിൽ അത് ലോവർ ലിമിറ്റാണ്, മുകളിലാണെങ്കിൽ അപ്പർ ലിമിറ്റ്. ഇപ്പം നമ്മൾ അപ്പർ ലിമിറ്റിൽ നിന്നും കുറച്ച് താഴെയാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഫ്ലൂയിഡ് ലെവൽ. എന്നിട്ട് ഇനി ബാക്കി പഴയ റബ്ബർ സീലും എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ബ്രേക്ക് റിസർവോയർ ക്ലോസ് ചെയ്യാം. നമുക്കിനി ബ്രേക്ക് റിസർവോയർ പഴയതുപോലെ അതിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുമെങ്കിൽ ഡ്രിൽ അറിയാമല്ലോ, മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കാശൊന്നും കൊടുക്കണ്ട. സോ സബ്സ്ക്രൈബ് ആൻഡ് നമ്മുടെ ഈ എഫേർട്ട് കൺസിഡർ ചെയ്ത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. കാരണം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുന്നതും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് കമൻ്റായിട്ട് ചോദിക്കാം, ഞാനത് ആൻസർ ചെയ്യുന്നതാണ്. സോ ഇത്രയും കാലം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരു ബിഗ് താങ്ക് യു. നമ്മുടെ ഫാമിലി ഈസ് ഗെറ്റിംഗ് ബിഗർ. അപ്പോൾ നിങ്ങൾ ഈ ക്യാപ്പ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് റൈഡറിനെ ഫേസ് ചെയ്തുള്ള രീതിയിൽ വേണം ഇത് ക്ലോസ് ചെയ്യാൻ. ഇത് തിരിച്ച് ആ സ്ക്രൂ ഇട്ടിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ബ്ലീഡിങ് കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക് ലൈനിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ബ്ലീഡിങ് കഴിഞ്ഞിട്ട് ഇത് 4 പ്രാവശ്യം പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, ലിവർ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ബ്ലീഡിങ് വാൽവ് സ്ക്രൂ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള പ്രഷർ അവിടെ റിലീസാകും.
വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് 4 പ്രാവശ്യം. അങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്ലേഡിംഗ് സ്ക്രൂ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യാവൂ. ഇപ്പോൾ നമ്മുടെ കേസിൽ നല്ലവണ്ണം പ്രഷർ വന്നിട്ടുണ്ട്, ബ്രേക്ക് പ്രഷർ ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, സോ അങ്ങനെ നമ്മുടെ ബ്രേക്ക് പാഡ് ചേഞ്ചും ബ്രേക്ക് ബ്ലീഡിങ്ങും കഴിഞ്ഞു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. So see you guys in some other video. This is Midun saying ciao. Bye bye. Thanks for watching guys. Please do subscribe to my channel.